ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി അടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ചു. മരിച്ചത് കൊച്ചി സ്വദേശി നവീനും 2 പെൺകുട്ടികളും. ദുരന്തം കനത്ത മഴയിൽ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചു കയറി. അപകടത്തിന് കാരണം അനാസ്ഥയെന്ന് വിദ്യാർത്ഥികൾ. പോലീസും വിദ്യാർത്ഥികളുമായി സംഘർഷം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 13ാം നാൾ. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരും. പുഴയിൽ ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഈശ്വർ മൽപ്പെ. അടിത്തട്ടിൽ കമ്പിയും പാറയും വീടിന്റെ തകര ഷീറ്റും കണ്ടു. രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരത്ത് പോലീസ് ജീപ്പ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത് പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ്. വണ്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർ രക്ഷപ്പെട്ടു. അപകടം കരിക്കകത്ത് പുലർച്ചെ. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. കോളേജിന് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലെന്ന് വ്യക്തമായതോടെ തുലാസിലായത് 60ഓളം വിദ്യാർത്ഥികളുടെ ഭാവി. BSc നഴ്സിംഗ് ഫലം തടഞ്ഞുവെച്ച ആരോഗ്യ സർവകലാശാല. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ. ഷൂട്ടിംഗ് ഫൈനലിൽ മനു ഭാക്കർ മത്സരിക്കും. ബാഡ്മിന്റണിൽ PV സിന്ധുവും HS പ്രണോയും ഇന്നിറങ്ങും. ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം.